കർത്താവിനെ സേവിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്റെ ഈ സാധാരണ നാം ചിന്തിക്കാറുണ്ട്, ഒരു കുടുംബത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരോട് രാത്രിയിൽ പറയുന്ന ഒരു കാര്യം കല്യാണ മന്ത്രം എന്ന് പറയുന്നത്. കല്യാണ മന്ത്രം പറയുന്നത് നമുക്ക് ഒരു മുറി കൂടെ എടുക്കണം, നമ്മുടെ മക്കൾ വളർന്നു വരികയാണ്, 7 മക്കളുണ്ട്, നമുക്കൊന്ന് മാറിക്കിടക്കണമെങ്കിൽ ഒരു മുറി കൂടെ കൂട്ടിയെടുക്കണം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. എന്നാൽ എന്റെ പിതാവ് മാതാവും ചേർന്ന് എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഈ ഭവനം വാങ്ങുന്ന സമയത്ത് ഇത് ഒരു മുറി മാത്രമുള്ള ഭവനമായിരുന്നു. ഒരു മുറിയും അടുക്കളയും ദൂരെ ഒരു കക്കൂസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ഭവനമായിരുന്നു. അന്ന് ഒരു മുറി കൂടെ കൂട്ടിയെടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ താൻ എടുത്ത ഒരു കഠിനമായ ഒരു തീരുമാനം ഒരു ഹാൾ പോലെ ഉണ്ടാക്കി സൺഡേ സ്കൂൾ നടത്തുവാനോ വേണ്ടിയായിരുന്നു. മക്കൾക്ക് ഒരു ബെഡ്റൂം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ട് ആയിരുന്നില്ല താൻ. അതുപോലെ തന്നെ ഒരിക്കലും ഒരു സ്വത്ത് സമ്പാദനത്തെ ലക്ഷ്യമാക്കി അവർ ഇരുവരും പ്രവർത്തിച്ചിട്ടില്ല. ശ്ലാഘിച്ചു പറയുവാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് അധികമായി പോകുമെന്ന് തോന്നുന്നില്ല, എങ്കിലും ഞാൻ നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. അനേക ദൈവദാസന്മാർ, പ്രായമുള്ളവർ, അവരുടെ ഭവനങ്ങളിൽ വേണ്ടത്ര പരിരക്ഷ ലഭിക്കാത്തവർ ഞങ്ങൾ ഓർക്കാറുണ്ട്. ചില പ്രായമുള്ള അപ്പച്ചന്മാർ ഈ പരിസരങ്ങളിലുള്ളവർ, പഴയ ആളുകൾക്കൊക്കെ അറിയുമായിരിക്കും, ഞാൻ ആരുടെയും പേര് പറയാനായിട്ട് പോകുന്നില്ല. അവർക്ക് വൈകുന്നേരത്തെ ഒരു ആഹാരമെങ്കിലും കൊടുക്കുവാനായിട്ട് കഴിഞ്ഞുള്ളതെന്ന് കരുതി ഭവനത്തിൽ ഞങ്ങൾ ചില സമയങ്ങളിൽ ഗോതമ്പ് തന്നെയായിരിക്കും അന്ന് കൊടുക്കുന്നത്. അതിനൊരു പാത്രം ഈ പ്രായമുള്ള ആ പിതാവ് അന്ന് കഴിച്ച് അവരുടെ വീട്ടിൽ പോയി കിടന്നിരുന്നു. അതുപോലെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ സ്വയം ഉപേക്ഷയായിട്ട് തോന്നിയേക്കാം, ഒരിക്കലുമല്ല. സ്വയം പൊള്ളാനായിട്ട് പറയുന്നതല്ല, ഇത് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാക്കുവാൻ കഴിയുന്ന കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇതിൽ നിന്നെന്തെങ്കിലും പുകഴ്ച ലഭിച്ചിട്ട് ഒന്നും നേടുവാനല്ല. എന്റെ പിതാവും മാതാവും കടന്നുപോയി. അവർ പോയപ്പോൾ അവർ നടന്നുപോയ ആ പാതയിൽ വന്ന കാൽപ്പാടുകൾ ചിലത് ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ പാടുകൾ ചവിട്ടി അതിലൂടെ നടന്ന് മാതൃകയുള്ളവരായി തീരുവാൻ മക്കളായ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കുമാറായിട്ട്. ഒരു പരാതിയും ഇരുവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു സൗകര്യമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന് പോലും അവർ ആ രീതിയിലൊരു വലിയ മുൻഗണന നൽകിയില്ല. അതിനുപരിയായിട്ട് ദൈവവചനത്തിൽ അഭ്യസിക്കുവാനായിട്ട് അവർ ശ്രമിച്ചു. അതുപോലെ തന്നെ പ്രിയ മാതാവിനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഓർക്കുവാനുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കുറച്ചുകൂടി അടുത്ത് ഇടപെടുവാനിടയായി തീർന്ന സമയത്ത് ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ മാതാവ് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. രാവിലെ എഴുന്നേറ്റിരുന്ന് മണിക്കൂർ കണക്കിന് അനേക വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. വിട്ടുപോകാതെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിച്ച് മണിക്കൂർ കണക്കിന് തന്റെ കിടക്കയിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ എന്തെങ്കിലും ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ആദ്യം അമ്മയെ വിളിക്കും. അമ്മയെ എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകം പ്രാർത്ഥിക്കാം എന്ന് പറയും. അപ്പോൾ മറന്നുപോകാതെ അത് പ്രാർത്ഥിക്കുകയും ആ ദിവസം വന്നു കഴിയുമ്പോൾ ഓർത്ത് അതെന്നോട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു മോനെ ശുശ്രൂഷ? ആ അമ്മ പ്രാർത്ഥനയുടെ പിൻബലം നിങ്ങൾക്ക് നൽകിയത് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ ഇന്ന് നിങ്ങളുടെ കൂടെ ഇല്ല, എന്നാൽ നിങ്ങൾക്ക് നിരാശയില്ല, സങ്കടമില്ല, ദുഃഖത്തിന്റെ ആവശ്യമില്ല. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ജീവിതത്തിനേക്കാൾ എത്രയോ മെച്ചമായ ഒരു ജീവിതം കർത്താവ് എന്റെ മാതാവിന് നൽകിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, അമ്മ പോയിക്കോ, നമുക്ക് അവിടെ കാണാമെന്ന് ഞാൻ അവസാനമായിട്ട് അമ്മയെ പറയുവാനായിട്ട് വളരെ പ്രത്യാശയോടുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ മാതാവിനെ പിതാവിനെ കാണുവാനായിട്ട് കഴിയും. ഞങ്ങളുടെ പരിസരവാസികളായിരിക്കുന്നവർ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പ്രത്യാശയില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ പ്രിയ സഹോദരൻ വളരെ വ്യക്തമായിട്ട് സുവിശേഷം പറയാനായിട്ട് ഇടയായിരുന്നു. നിങ്ങൾ കണ്ട ആ അന്നമ സഹോദരിയെ സ്വർഗത്തിൽ കാണുവാനായിട്ട് കഴിയണമെങ്കിൽ നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇന്ന് ഈ സമയം ഇടയായി തീരുമാനമാകട്ടെ.